രാമായണം. കാലിഫോർണിയയിൽ പാസദേന ഷേക്സ്പിയർ ക്ലബിൽ 1900 ജനുവരി 31 ചെയ്ത പ്രസംഗം. സംസ്കൃത ഭാഷയിൽ വളരെ ബൃഹത്തും മഹത്തുമായി അതിപുരാതനങ്ങളായ 2 ഇതിഹാസങ്ങളുണ്ട്. ഇവ കൂടാതെയും 100 കണക്കിന് ഇതിഹാസ കാവ്യങ്ങളുണ്ടെന്നത് വാസ്തവം. 2000 വർഷങ്ങളായി വായ്മൊഴി എന്ന നില നിലച്ചുപോയെങ്കിലും സംസ്കൃത ഭാഷയും സംസ്കൃത സാഹിത്യവും ഇന്നോളം തുടർന്നു പോന്നിട്ടുണ്ട്. ഏറ്റവും പ്രാചീനങ്ങളായ രാമായണ മഹാഭാരതങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പുരാതന ഭാരതീയരുടെ ആചാര അനുഷ്ഠാനം, സമുദായ വ്യവസ്ഥിതി, സംസ്കാരം മുതലായവയെ ഉൾക്കൊള്ളുന്നവയാണ് അവ. ഇതിൽ ശ്രീരാമചന്ദ്രന്റെ ചരിതമായ രാമായണമാണ് പ്രാചീനതമം. ഇതിനു മുമ്പും ചില കാവ്യസാഹിത്യം ഉണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളായ വേദങ്ങളുടെ മിക്ക ഭാഗവും വൃത്തബദ്ധമാണ്. എങ്കിലും ഈ രാമായണമാണ് ആദികാവ്യം എന്ന് ഭാരതത്തിൽ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. വാൽമീകി മഹർഷിയാണ് കാവ്യകർത്താവ്. പിന്നീട് പല കാവ്യകഥകളും ആ പുരാണ കവിയുടെ മേൽ കെട്ടിവെച്ചു. കാലക്രമത്തിൽ അദ്ദേഹത്തിൻ്റേതല്ലാത്ത പല ശ്ലോകങ്ങളുടെയും കർത്തൃത്വം അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുക ഒരു പതിവായി. ഈ തിരികിച്ചേർക്കലൊക്കെ ഉണ്ടായിട്ടും രാമായണം അതിസുന്ദര വിന്യാസത്തോടെ ലോക സാഹിത്യത്തിലെ അതുല്യ കാവ്യമായി നമുക്ക് കൈവന്നിരിക്കുന്നു. ഒരു തരത്തിലും തന്റെ വീട് പോറ്റാൻ കെൽപ്പില്ലാത്ത ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നല്ല കരുത്തും ചുറുചുറുക്കുമുള്ള അവൻ ഒടുവിൽ ഒരു കൊള്ളക്കാരനായി തീർന്നു. അവൻ പെരുവഴിയിൽ ആളുകളെ ആക്രമിച്ചു. അവരുടെ വസ്തുവകകളൊക്കെ തട്ടിപ്പറിച്ചു. ആ മുതലുകൊണ്ട് അച്ഛനമ്മമാരെയും ഭാര്യയെയും മക്കളെയും പുലർത്തി. ഇതങ്ങനെ തുടർന്നു പോന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ദേവർഷി നാരദൻ അതിലെ കടന്നു പോകാനിടയായി. കൊള്ളക്കാരൻ അദ്ദേഹത്തെ ആക്രമിച്ചു. മാമുനി കൊള്ളക്കാരനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പിടിച്ചുപറിക്കാൻ പോകുന്നത്? കൊള്ളയും കൊലയും വലിയ പാപമാണ്. നീ എന്തിനു വേണ്ടിയാണ് ഈ പാപമെല്ലാം വലിച്ചു വയ്ക്കുന്നത്? അവൻ പറഞ്ഞു, എന്ത്? ഈ മുതലുകൊണ്ട് വേണം എനിക്കെന്റെ വീട് പുലർത്താൻ. നാരദൻ അന്വേഷിച്ചു, അവർ നിന്റെ പാപത്തിന്റെയും പങ്കു പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ച, അവൻ മറുപടി പറഞ്ഞു. ദേവർഷി അരുളി, കൊള്ളാം, നീ എന്നെ ഈ മരത്തിന്മേൽ പിടിച്ചു കെട്ടുക. എന്നിട്ട് വീട്ടിൽ ചെന്ന് നീ ഉണ്ടാക്കുന്ന പണത്തിന്റെ പങ്ക് പറ്റും പോലെ നിനക്ക് വന്നു ചേരുന്ന പാപത്തിന്റെ ഒരു ഓഹരിയും എടുക്കുമോ എന്ന് വീട്ടുകാരോട് അന്വേഷിച്ചു വരൂ. അതനുസരിച്ച് അയാൾ ചെന്ന് തന്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അച്ഛനെ ഞാൻ രക്ഷിച്ചു പോരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അച്ഛൻ, ഇല്ല, എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു കൊള്ളക്കാരനാണ്. ആളുകളെ കൊന്ന് കവരുന്നു. എന്ത് മകനെ, അങ്ങനെയോ നീ ചെയ്യുന്നത്? എടാ പറയാ, കടന്നു പോ. അവൻ അമ്മയുടെ അടുത്തെത്തി ചോദിച്ചു, അമ്മേ, അമ്മയെ ഞാൻ പുലർത്തുന്നത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിവുണ്ടോ? ഇല്ല എന്ന അമ്മ. കൊള്ളയും കൊലയും കൊണ്ട്. എന്തൊരു ഭയങ്കരം എന്നമ്മ മുറ വിളിച്ചു. അട്ടെ, എന്റെ പാപത്തിൽ പങ്കുചേരുമോ? മകൻ ചോദിച്ചു. അതെന്തിന്? ഞാൻ ഒരു കവർച്ചയും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ചെന്ന് ഭാര്യയോട് അന്വേഷിച്ചു. ഞാൻ നിങ്ങളെയൊക്കെ പോറ്റുന്നത് എങ്ങനെയെന്നറിയാമോ? ഇല്ല എന്ന അവളും. എന്ത്, നിനക്കറിയില്ലേ? ഞാനൊരു കവർച്ചക്കാരനാണ്. എത്രയോ കൊല്ലങ്ങളായി ഞാൻ ആളുകളെ പിടിച്ചുപറിക്കുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളെയെല്ലാം പുലർത്തിപ്പോരുന്നത്. എനിക്കിപ്പോൾ അറിയേണ്ട കാര്യം ഇതാണ്, നിങ്ങളും എന്റെ പാപത്തിന്റെ ഒരു ഓഹരി സ്വീകരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങെന്റെ ഭർത്താവ്, എന്നെ പോറ്റേണ്ടത് അവിടുത്തെ കടമ. കാട്ടാളന്റെ കണ്ണു തുറന്നു. ഇതാണ് ലോകം. ആരെ പോറ്റാൻ ഞാൻ കൊള്ളയും കൊലയും നടത്തിയോ ആ ഉറ്റവർ പോലും എന്റെ കർമ്മഫലത്തിന്റെ പങ്കുപറ്റില്ല. അവൻ മാമുനിയെ മരത്തോട് ചേർത്ത് കെട്ടിയിട്ടിരുന്നിടത്തേക്ക് മടങ്ങി. കെട്ടഴിച്ചു, കാൽക്കൽ വീണു. നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അടിയനിൽ കനിയണേ, ഇവൻ എന്തു ചെയ്യട്ടെ? കാട്ടാളൻ കേണു. നാരദൻ അരുളി ചെയ്തു, നിന്റെ ഇപ്പോഴത്തെ ജീവിത രീതി കൈവെടിയുക. നിന്റെ സ്വജനങ്ങളിൽ ആരും നിന്നെ ഉണ്മയിൽ സ്നേഹിക്കുന്നില്ല. നിന്റെ ആ വക വ്യാമോഹമെല്ലാം ഉപേക്ഷിക്കുക. നിന്റെ സമ്പത്തിന് അവർ അവകാശം പറയും. കയ്യിലെ കാശൊക്കെ തീർന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കുകയേയില്ല. തിന്മയ്ക്ക് പങ്കുചേരാൻ ആരുമില്ല.
നന്മ പങ്കിടുവാൻ എല്ലാവരും എത്തും. അതുകൊണ്ട് നമ്മുടെ നന്മയിലും തിന്മയിലും നമ്മോടൊത്തു വർത്തിക്കുന്ന അച്യുതനെ ആരാധിക്കുക. അവൻ ഒരിക്കലും നമ്മെ കൈവിടില്ല. പ്രേമം അഥവാ ഈശ്വരൻ ഒരിക്കലും അധപ്പതിക്കുന്നതല്ല, വിലപേശുന്നതല്ല, സ്വാർത്ഥമല്ല. ദേവർഷി അവനെ ഭഗവത്ധ്യാനം ശീലിപ്പിച്ചു. ഈ മനുഷ്യൻ സമസ്തവും പരിത്യജിച്ച് ഒരു കാട്ടിലെത്തി. അയാൾ ഒരിടത്ത് ഇരിപ്പുറപ്പിച്ചു, ജപിച്ചു, ഭജിച്ചു, ധ്യാനിച്ചു. സർവവും മറന്നു, തന്നെയും മറന്നു. ചിതൽ വന്ന് ചുറ്റും പുറ്റുപിടിച്ചു, ഉടൽ മൂടി. അവൻ അതുമറിഞ്ഞില്ല. വർഷങ്ങൾ വളരെ കഴിഞ്ഞു. ഒരു ശബ്ദം കേൾക്കായി, എഴുന്നേൽക്കൂ മഹർഷി. അയാൾ എഴുന്നേറ്റ് സംഭ്രമത്തോടെ അത്ഭുതപ്പെട്ടു. മഹർഷിയോ? ഞാനൊരു കാട്ടാളൻ. അല്ല, ഇനി കാട്ടാളനല്ല, പരിശുദ്ധനായ മഹർഷി. അങ്ങയുടെ പഴയ പേര് പൊയ്പോയി. ചുറ്റും ചിതൽ കൊണ്ട് മൂടിയിട്ടും അതറിയാതെ സമാധിയിൽ ആമഗ്നനായതുകൊണ്ട് അങ്ങ് ഇന്നു മുതൽ വാൽമീകിയാണ്. വൽമീകത്തിൽ നിന്ന് പിറന്നവൻ. അങ്ങനെ അദ്ദേഹം ഒരു മഹർഷിയായി. ഈ വിധത്തിലാണ് അദ്ദേഹം കവിയായത്. വാൽമീകി മാമുനി ഒരു നാൾ ഗംഗാ സമീപത്തുള്ള തമസാ നദിയിൽ കുളിക്കുവാൻ പോവുകയായിരുന്നു. വഴിയിൽ ഒരു മരക്കൊമ്പിൽ 2 ക്രൗഞ്ചപ്പക്ഷികൾ ഇണചേർന്നു പിണഞ്ഞ് തഴുകി പുലുകി കളിക്കുന്നു. മുനി മുകളിലേക്ക് നോക്കി. ഇക്കാഴ്ച കണ്ട് കൗതുകം പൂണ്ടു. ഞൊടിയിടയിൽ ഒരു കൂരമ്പ് ചീറി വന്ന് ആൺപക്ഷിയെ നിലം പതിപ്പിച്ചു. താഴെ വീണ ഇണയുടെ പിണത്തിനു ചുറ്റും പെൺപക്ഷി വിരഹം പൊറാഞ്ഞ് പിടഞ്ഞു പറന്നു. ഉടൻ മാമുനിയുടെ മനം നീറി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വേടനെ കണ്ടു. നീ ഒരു നീചൻ, മാമുനി ആക്രോശിച്ചു. കനിവിന്റെ കണികയുമില്ലാത്തവൻ, നിന്റെ കൊലക്കയ്യ് പ്രേമത്തിന്റെ മുമ്പിലും കൂസിയില്ലല്ലോ. താപസൻ തന്നെത്താൻ ചോദിച്ചു, ഇതെന്ത്? ഞാൻ എന്താണ് പുലമ്പിയത്? ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഇതുമാതിരി പാടിയിട്ടില്ലല്ലോ. ഒരാകാശവാണി കേൾക്കായി. പേടിക്കണ്ട, അങ്ങയുടെ വായിൽ നിന്ന് ഉതിരുന്നത് ശ്ലോകമാണ്, കവിതയാണ്. ലോക അനുഗ്രഹത്തിനു വേണ്ടി രാമചരിതം കവിതാരൂപത്തിൽ രചിച്ചാലും. ഇങ്ങനെയാണ് ആദികാവ്യം ആരംഭിച്ചത്. ആദികവിയുടെ നാവിൽ നിന്ന് ശോകം ശ്ലോകരൂപേണ പ്രവഹിച്ചു. അതിനുശേഷമാണ് ആ മാമുനി സുന്ദരമായ രാമായണം രചിച്ചത്. അയോധ്യ എന്നു പേരായി ഒരു പുരാതന നഗരമുണ്ടായിരുന്നു. ഇന്നുമുണ്ട്. ഔധ് എന്നു പേരുള്ള പ്രവിശ്യയിലാണ് അത്. നിങ്ങൾ പലരും അത് ഭാരതത്തിന്റെ ഭൂപടത്തിൽ കണ്ടിരിക്കും. അതാണ് പുരാണപ്രസിദ്ധമായ അയോധ്യ നഗരം. അവിടെ പണ്ട് ദശരഥൻ എന്നു പേരായി ഒരു രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിന് 3 രാജ്ഞിമാരുണ്ടായിരുന്നു. എന്നാലും അവരിൽ ആരിലും സന്താനലാഭമുണ്ടായില്ല. രാജാവും രാജ്ഞിമാരും നല്ല ഹിന്ദുക്കളെ പോലെ സന്താനലാഭത്തിനായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും തീർത്ഥങ്ങളാടി. യഥാകാലം 4 പുത്രന്മാർ പിറന്നു. മൂത്ത മകനാണ് രാമൻ. സോദരർ 4 യഥാകാലം യഥാവിധി സകല വിദ്യകളും അഭ്യസിച്ചു. പിൽക്കാലത്ത് പിന്തുടർച്ചയെക്കുറിച്ച് കലഹമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുരാതന ഭാരതത്തിൽ നാടുവാഴിയുടെ ജീവിതകാലത്ത് തന്നെ ജ്യേഷ്ഠപുത്രനെ അനന്തരാവകാശിയായി നിയമിച്ച് യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അയൽ രാജ്യത്ത് ജനകൻ എന്നു പേരായി വേറൊരു രാജാവ് വാണിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓമന മകളാണ് അതിസുന്ദരിയായ സീത. യാഗത്തിനായി വയലുഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് സീതാമധ്യത്തിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് അവൾ. അവൾ ഭൂപുത്രിയാണ്, അയോനിജയാണ്. സീത എന്നാൽ പഴയ സംസ്കൃതത്തിൽ ഉഴവുചാല് എന്നർത്ഥം. ഭാരതത്തിലെ പുരാണകഥകളിൽ ആളുകൾ മാതാവിൽ നിന്നെന്ന പോലെ പിതാവിൽ നിന്ന് തന്നെയും മാതാപിതാക്കളില്ലാതെ യാഗാഗ്നിയിൽ നിന്നും വയലിൽ നിന്നുമൊക്കെ വാനിൽ നിന്ന് വീണ പോലെ പിറവിയെടുക്കുന്നതായി കാണാം. അത്തരം അത്ഭുത ജനനം ഭാരതത്തിലെ പുരാണ സഞ്ചയത്തിൽ സുലഭമാണ്. സീത ഭൂസുതയാകയാൽ ശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. അവളെ ജനക മഹാരാജാവ് മകളായി വളർത്തിക്കൊണ്ടുവന്നു. വിവാഹോചിതമായ വയസ്സെത്തിയ പുത്രിക്ക് രാജാവ് അനുരൂപനായ ഒരു വരനെ തേടിത്തുടങ്ങി. പുരാതന ഭാരതത്തിൽ സ്വയംവരമെന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിൽ രാജകുമാരി വരനെ സ്വയം തെരഞ്ഞെടുക്കുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും അനേകം രാജകുമാരന്മാരെ ക്ഷണിച്ചു വരുത്തും. വധു സർവാഭരണ വിഭൂഷിതയായി കൈകളിൽ വരണമാല്യവുമേന്തി സഖീസമേതം അവരുടെ മുമ്പിൽ കൂടി കടന്നുപോകുന്നു. ഒരു തോഴി
വന്നു ചേർന്ന അരജന്മാരുടെ വീരശൂര പരാക്രമങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കും. രാജകുമാരി തനിക്ക് ബോധിച്ച കുമാരന്റെ കഴുത്തിൽ മാല ചാർത്തി അയാളെ ഭർത്താവായി വരിക്കും. പിന്നീട് അവരുടെ വിവാഹം വളരെ ധാടിയിലും മോടിയിലും കൊണ്ടാടും. സീതയുടെ പാണിഗ്രഹണത്തിന് കൊതിപൂണ്ട രാജകുമാരന്മാർ പലരുമുണ്ടായിരുന്നു. അതിനുള്ള പന്തയം ഭീമമായ ശിവചാപം കുലയേറ്റുകയാണ്. അത് സാധിക്കാൻ രാജകുമാരന്മാരെല്ലാം പഠിച്ച വിദ്യ 18 പരീക്ഷിച്ചു മടുത്തു മണ്ടി. ഒടുക്കം രാമൻ പുഞ്ചിരി പൂണ്ട് ശിവചാപം കയ്യിലെടുത്തു വലിച്ചു, വളച്ചു, ഒടിച്ചു, മുറിച്ചു. അങ്ങനെ സീത ദശരഥപുത്രനായ രാമചന്ദ്രനെ ഭർത്താവായി വരിച്ചു. അവരുടെ വേളി മേളമായി നടന്നു. സീതാരാമന്മാർ അയോധ്യയ്ക്ക് മടങ്ങി. വൃദ്ധനായ ദശരഥൻ ഭാരമെല്ലാം ഒഴിഞ്ഞ് രാമനെ യുവരാജാവായി വാഴിക്കാനുള്ള കാലമായെന്ന് വിചാരിച്ചു. അതിനുവേണ്ട സംഭാരങ്ങളെല്ലാം ഒരുക്കി. ആളുകളെല്ലാം ആനന്ദത്തിൽ ആറാടി. രാജാവിന്റെ ഇളയ റാണിയായ കൈകേയിക്ക് മന്ധര എന്നൊരു ദാസിയുണ്ട്. അവൾ പണ്ട് രാജാവ് കൈകേയിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന 2 വരത്തെപ്പറ്റി സ്വാമിനിയെ ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ അവൾ സ്വപ്രവൃത്തി കൊണ്ട് ഭർത്താവിനെ വളരെ സന്തോഷിപ്പിച്ചിരുന്നു. അദ്ദേഹം അവൾക്ക് 2 വരം നൽകി. എന്നാലാവുന്ന എന്തെങ്കിലും 2 കാര്യം നീ ചോദിച്ചുകൊള്ളുക, ഞാനത് സാധിച്ചു തരാം. അവൾ അന്നൊന്നും ആവശ്യപ്പെട്ടില്ല. അത് ഇതുവരെ മറന്നു കിടക്കുകയായിരുന്നു. കുടിലയായ വേലക്കാരി കുബ്ജ രാമൻ രാജാവായാൽ വന്നുകൂടാവുന്ന ആപത്തുകൾ എണ്ണി എണ്ണി കേൾപ്പിച്ച് കൈകേയിയുടെ കണ്ണുകടി ഉണർത്തി. അവളുടെ മകൻ ഭരതൻ യുവരാജാവായാൽ എത്ര നന്നായിരിക്കുമെന്നുകൂടി കുബ്ജ കൊളുത്തിക്കൊടുത്തു. കൈകേയി അസൂയ കൊണ്ട് അന്ധയായി. രാജാവിനോട് പണ്ട് പ്രതിജ്ഞ ചെയ്തിരുന്ന 2 വരം ചോദിക്കാൻ മന്ധര രാജ്ഞിയെ ഉപദേശിച്ചു. ഒന്ന്, തന്റെ മകൻ ഭരതനെ നാട്ടിൽ വാഴിക്കണമെന്നും മറ്റത് രാമനെ നാടുകടത്തി 14 കൊല്ലക്കാലം കാടു വാഴിക്കണമെന്നും. വൃദ്ധനായ രാജാവിന്റെ പ്രാണനും ജീവനുമായിരുന്നു രാമകുമാരൻ. ഈ ദുഷ്ടവരം കേട്ടപ്പോൾ രാജാവല്ലേ, പ്രതിജ്ഞാലംഘനം പാടുണ്ടോ? എന്ത് ചെയ്യേണ്ടു എന്ന് വെളിവില്ലാതായി ദശരഥന്. എന്നാൽ രാജാവിനെ ആ ദുർഘടത്തിൽ നിന്ന് രാമൻ രക്ഷിച്ചു. അച്ഛന് സത്യദോഷം വരാതിരിക്കാൻ താൻ സിംഹാസനം വെടിഞ്ഞ് കാട്ടിൽ പാർത്തുകൊള്ളാമെന്ന് ശ്രീരാമൻ സസന്തോഷമേറ്റു. അങ്ങനെ രാമൻ പ്രിയതമയായ സീതയോടും ഭക്തനും ഭ്രാതാവുമായ ലക്ഷ്മണനോടും കൂടി 14 കൊല്ലത്തേക്ക് കാട് പൂകി. അവരിരുവരും ഒന്നുകൊണ്ടും രാമനെ പിരിഞ്ഞു പാർക്കാൻ കൂട്ടാക്കിയില്ല. ആ കൊടുങ്കാട്ടിലെ കുടികിടപ്പുകാരാരെന്ന് ആര്യന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല. അക്കാലത്ത് കാടന്മാരെ വാനരന്മാരെന്ന് വിളിച്ചു വന്നു. അവരിൽ പെരുത്ത കരുത്തുള്ളവരെ രാക്ഷസന്മാരെന്നും പറഞ്ഞു വന്നു. അങ്ങനെ ഈ രാക്ഷസന്മാരും വാനരന്മാരും പാർക്കുന്ന വനത്തിലേക്കാണ് രാമനും സീതയും ലക്ഷ്മണനും ചെന്നത്. സീത രാമനോടൊത്ത് കാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ രാമൻ പറയുകയുണ്ടായി, അജ്ഞാതവും അതിഘോരവുമായ ആപത്തുകൾ നിറഞ്ഞ കാട്ടിലേക്ക് രാജപുത്രിയായ ഭവതി എങ്ങനെയാണ് പോരുക? അവിടത്തെ ക്ലേശങ്ങൾ എങ്ങനെ താങ്ങും? സീത സമാധാനിപ്പിച്ചു. രാമൻ പോകുന്നിടത്ത് കൂടെ സീതയുമുണ്ട്. രാജപുത്രിയെന്നും കുലീനയെന്നുമെല്ലാം അങ്ങ് എങ്ങനെ എന്നോട് അരുളുന്നു? ഞാൻ അങ്ങയുടെ മുമ്പിൽ നടക്കും. അങ്ങനെ സീതയും കൂടെ പുറപ്പെട്ടു. അനുജനുമുണ്ട് കൂടെ. അവർ കാട്ടിനുള്ളിലേക്ക് ഏറെ ദൂരം കയറി ചെന്നു. ഗോദാവരി തീരമായി. അവർ പുഴവക്കത്ത് ചെറിയ പർണകുടീരങ്ങൾ കെട്ടി. രാമലക്ഷ്മണന്മാർ മാന്യനെ വേട്ടയാടും, കായികനികൾ ശേഖരിക്കും. ഇങ്ങനെ പാർക്കും കാലത്ത് ഒരു നാൾ ഒരു രാക്ഷസി അവിടെ വന്നു ചേർന്നു. അവൾ ലങ്കാധിപതിയായ രാവണ രാക്ഷസന്റെ സോദരിയാണ്. കാമചാരിണിയായ അവൾ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ കാമകോമളനായ രാമചന്ദ്രനെ കണ്ട് കാമാർത്തയായി. രാമനോ പവിത്രതാമൂർത്തി, പോരെങ്കിൽ പരിണീതനും. അതുകൊണ്ട് രാമന് രാക്ഷസിയെ അനുഗ്രഹിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. തിരസ്കൃതയായ കാമിനി പ്രതികാരബുദ്ധിയോടുകൂടി രാക്ഷസ രാജാവായ സോദരന്റെ സമീപമെത്തി രാമപത്നിയായ സീതയുടെ സൗന്ദര്യ അതിശയം വർണ്ണിച്ചു കേൾപ്പിച്ചു. മനുഷ്യരിൽ ഏറ്റവും ബലവാനാണ് രാമൻ. യക്ഷനോ രാക്ഷസനോ മറ്റാർക്കുമോ രാമനോട് എതിർക്കാൻ കരുത്തുപോരാ. അതുകൊണ്ട് രാക്ഷസേശ്വരന് കാര്യം കാണാൻ കൗശലം തേടേണ്ടി വന്നു. അവൻ അമ്മാമനാകുന്ന മാരീചനെ ചെന്ന് പൊന്മാൻ വടിവാക്കി വിട്ടു. പൊന്മാൻ ചെന്ന് രാമന്റെ പർണശാലയ്ക്ക് സമീപം തുള്ളിച്ചാടി കളിച്ചു.
അതിന്റെ അപൂർവ സൗന്ദര്യം സീതയെ ആകർഷിച്ചു. അതിനെ പിടിച്ചു കൊടുക്കണമെന്ന് സീത രാമനോട് അപേക്ഷിച്ചു. രാമൻ അനുജനെ സീതയ്ക്ക് കാവൽ നിർത്തി മാനിനു പിമ്പെ കാട്ടിലേക്ക് ചെന്നു. ലക്ഷ്മണൻ പർണശാലയ്ക്ക് ചൂഴെ ഒരു അഗ്നിവലയം സൃഷ്ടിച്ച് സീതയോട് പറഞ്ഞു, ഭവതിക്കെന്തോ വിപത്ത് സംഭവിക്കാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഭവതി ഈ മാന്ത്രിക വലയത്തിന് പുറത്തു പോയിക്കൂടാ. പുറത്തു പോയാൽ എന്തെങ്കിലും ആപത്ത് വരും. അപ്പോഴേക്കും രാമൻ മായാമൃഗത്തെ അമ്പെയ്ത് കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ മാൻ മനുഷ്യരൂപം കൈക്കൊണ്ട് മരണമടഞ്ഞു. ഉടനെ ഉടജത്തിൽ രാമന്റേതായ ഒരാർത്തനാദം കേൾക്കായി. അല്ലയോ ലക്ഷ്മണ, തുണയ്ക്ക് ഓടിവരൂ. സീത സംഭ്രമത്തോടെ പറഞ്ഞു, ലക്ഷ്മണ, രാമന്റെ രക്ഷയ്ക്ക് ഉടൻ ഓടിച്ചെല്ലൂ. അത് ജ്യേഷ്ഠന്റെ ശബ്ദമല്ലെന്ന് ലക്ഷ്മണൻ. പക്ഷെ സീതയുടെ നിർബന്ധത്തിന് വഴങ്ങി പോംവഴിയേറ്റ ലക്ഷ്മണൻ രാമനെ തേടി കാട്ടിലേക്ക് പോയി. ലക്ഷ്മണൻ പോയ തക്കം നോക്കി രാക്ഷസേശ്വരൻ ഭിക്ഷുവേഷം പൂണ്ട് ഉടജത്തിന്റെ പടിക്കലെത്തി ഭിക്ഷയിരുന്നു. ഇത്തിരി നേരം ഇരിക്കൂ, എന്റെ ഭർത്താവ് മടങ്ങി വരുവോളം ക്ഷമിക്കൂ. അവിടേക്ക് യഥേഷ്ടം ഭിക്ഷ നൽകാം. അല്ലയോ സുന്ദരി, ഇത് കാക്കുവാൻ കാലമല്ല. വിശന്നു വലയുകയാണ് ഞാൻ. ഉള്ളതെന്തെങ്കിലും തരൂ. ഭിക്ഷുവിന്റെ ഈ വാക്ക് കേട്ട് സീത അകത്തുനിന്ന് കുറെ പഴങ്ങൾ എടുത്തുകൊണ്ടുവന്നു. ആ സന്യാസി ഭിക്ഷു താനൊരു പരിശുദ്ധ താപസനായതുകൊണ്ട് യാതൊരാപൽശങ്കയും വേണ്ടെന്ന് ഉറപ്പു നൽകി സീതയെ പഴവും കൊണ്ട് രക്ഷാവലയത്തിന് പുറത്തു വരുത്തി. അങ്ങനെ സീത മന്ത്രദുർഗത്തിന് പുറത്തു കടന്നു. ഉത്തരക്ഷണത്തിൽ ആ കള്ളസന്യാസി തന്റെ രാക്ഷസ സ്വരൂപം പൂണ്ടു. സീതയെ കയ്യിലേന്തി പുഷ്പക വിമാനം വരുത്തി അതിലിട്ടു. കരയുന്ന സീതയെയും കൊണ്ട് രാക്ഷസേശ്വരൻ പമ്പ കടന്നു. സാധു സീത, അവൾ അത്യന്തം അബല. തുണയ്ക്കോടിയെത്താൻ ആരുമില്ല. രാവണൻ അവളെയും കൊണ്ട് അങ്ങനെ പറക്കുന്ന നേരത്ത് സീത തന്റെ ആഭരണങ്ങൾ ചിലതെടുത്ത് വഴിക്ക് അവിടെയായി ഭൂമിയിലേക്ക് എറിഞ്ഞു. രാവണൻ സീതയെ തന്റെ രാജ്യമായ ലങ്കയിലേക്ക് കൊണ്ടുപോയി. തന്റെ രാജ്ഞിയായി തീരാൻ അവളോട് പ്രാർത്ഥിച്ചു. തന്റെ അപേക്ഷ സ്വീകരിക്കാൻ അവളെ പല പ്രകാരത്തിലും പ്രലോഭിപ്പിച്ചു നോക്കി. ചാരിത്രമൂർത്തിയായ സീതയുണ്ടോ അവനോട് മിണ്ടുക പോലും ചെയ്യുന്നു. അതിന് ശിക്ഷയായി അവൻ അവളെ വൃക്ഷച്ചുവട്ടിൽ പാർപ്പിച്ചു. ഭാര്യയാകാൻ സമ്മതിക്കും വരെ അവൾ രാപ്പകൽ അവിടെ കിടക്കട്ടെ. രാമലക്ഷ്മണന്മാർ കുടിലിൽ മടങ്ങിയെത്തി. സീതയെ കാണുവാനില്ല. അവരുടെ ആധിക്ക് അതിരുണ്ടോ? സീതയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് അവർക്ക് ഊഹിക്കാനേ കഴിഞ്ഞില്ല. സോദരർ ഇരുവരും തേടിത്തുടങ്ങി. തേടി എല്ലായിടത്തും തേടി. മുക്കിലും മൂലയിലും തേടി. ഒരു തുമ്പും കിട്ടിയില്ല. തേടിത്തേടി ഒടുവിൽ ഒരു കൂട്ടം കുരങ്ങന്മാരെ കണ്ടെത്തി. അക്കൂട്ടത്തിൽ വായുസ്വതനായ ഹനുമാനുമുണ്ടായിരുന്നു. വാനരന്മാരിൽ അത്യുത്തമനായ ഹനുമാൻ രാമന്റെ ഏറ്റവും വിശ്വസ്ത ഭൃത്യനായി തീർന്നു. അയാൾ സീതയെ വീണ്ടെടുക്കുന്നതിൽ വഹിച്ച പങ്ക് നമുക്ക് വഴിയെ കാണാം. ഹനുമാന് രാമനിലുള്ള ഭക്തി അതിതീവ്രമായിരുന്നു. തന്മൂലം ഇന്നും ഹിന്ദുക്കൾ ഭൃത്യഭാവേന ഭഗവാനെ ഭജിക്കുന്നതിന് നിദർശനമായി ഹനുമാനെ പൂജിച്ചു പോരുന്നു. ദക്ഷിണാപഥത്തിലെ ഗിരിവർഗക്കാരെയാണ് വാനരന്മാരെന്നും രാക്ഷസന്മാരെന്നും പറയുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. രാമൻ ഒടുവിൽ വാനരന്മാരുമായി മൈത്രിയിലേർപ്പെട്ടു. അതിസുന്ദരിയായ ഒരു തരുണിയെയും തേരിലേറ്റി ഒരു രാക്ഷസൻ ആകാശമാർഗേണ പോകുന്നതായും അവൾ കുടുകുട കണ്ണീർ വാർക്കുന്നതായും വിമാനം തലയ്ക്ക് മീതെ പറന്നപ്പോൾ തങ്ങൾ കാണുവാനായി അവൾ ഒരാഭരണപ്പൊതി കീഴ്പോട്ടിട്ടതായും തങ്ങൾ കണ്ട കാഴ്ച അവർ പറഞ്ഞു കേൾപ്പിച്ചു. അവർ ആഭരണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. ലക്ഷ്മണൻ അവയെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇവ ആരുടെ ആഭരണങ്ങളാണെന്ന് എനിക്ക് രൂപമില്ല. രാമൻ വേഗം വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇവ സീതയുടേത് തന്നെ. ഭാരതത്തിൽ ജ്യേഷ്ഠഭ്രാതാവിന്റെ പത്നി പരമപൂജനീയയാണ്. അതുകൊണ്ട് സീതയുടെ കൈയും കഴുത്തുമൊന്നും ലക്ഷ്മണൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആഭരണങ്ങൾ ആരുടേതെന്ന് ലക്ഷ്മണൻ അറിയാൻ കഴിയാഞ്ഞത്. കണ്ഠാഭരണമൊന്നും ലക്ഷ്മണന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിൽ പുരാതന ഭാരതത്തിലെ ആചാരമര്യാദകളുടെ ഒരു വശം കാണാം. ആരാണ് ഈ രാക്ഷസനെന്നും അയാളുടെ പാർപ്പിടം എവിടെയെന്നുമെല്ലാം അവർ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ടെല്ലാവരും കൂടി അവനെ തിരയുവാനായി ഒരുമ്പെട്ടു. വാനരരാജനായ ബാലിയും അനുജനായ സുഗ്രീവനും തമ്മിൽ
രാജ്യത്തിനു വേണ്ടി വഴക്കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുഗ്രീവനെ രാമൻ തുണച്ചു. അനുജനെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച ബാലിയെ കൊല ചെയ്ത് നാട് വീണ്ടെടുത്ത് രാമൻ സുഗ്രീവന് കൊടുത്തു. പകരം സീതാ അന്വേഷണത്തിന് വേണ്ടത് ചെയ്തു കൊള്ളാമെന്ന് അവനും പ്രതിജ്ഞ ചെയ്തു. അവർ നാടായ നാട് മുഴുവൻ തിരഞ്ഞു. സീതയെ എങ്ങും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ഹനുമാൻ ഒറ്റ കുതിപ്പിന് ഭാരത തീരത്തു നിന്ന് ലങ്കയിലെത്തി. അവിടെയുമെല്ലാം അന്വേഷിച്ചു. ഒരെത്തും പിടിയും കിട്ടിയില്ല. ആ രാക്ഷസേശ്വരൻ സുരന്മാരെയും നരന്മാരെയും എന്നുവേണ്ട സമസ്ത ലോകങ്ങളെയും ആക്രമിച്ച് അധീനമാക്കിയിരുന്നു. അവിടങ്ങളിലെല്ലാമുള്ള സുന്ദരിമാരെയെല്ലാം തന്റെ അന്തഃപുരത്തിൽ കൊണ്ടുവന്ന് വെപ്പാട്ടികളാക്കി വെച്ചിരുന്നു. അവരോടൊപ്പം സീതയെ കാണാൻ വഴിയില്ല. അതിനിട വന്നാൽ സീത പ്രാണൻ വെടിയും നിശ്ചയം എന്ന് ഹനുമാൻ ആലോചിച്ചു. പിന്നെ സീതയെ മറ്റിടങ്ങളിൽ തേടി പുറപ്പെട്ടു. അവസാനം ഒരു മരത്തിന്റെ ചുവട്ടിൽ വിളർത്തു വരണ്ട് ആകാശത്തിന്റെ അടിത്തട്ടിൽ വീണുകിടക്കുന്ന അമ്പിളിക്കീറു പോലെയുള്ള സീതയെ കണ്ടെത്തി. ഹനുമാൻ ഒരു കൊച്ചു കുരങ്ങന്റെ വടിവ് പൂണ്ട് ആ മരത്തിൽ ഇരിപ്പുറപ്പിച്ചു. രാവണൻ അയച്ച രാക്ഷസികൾ വന്ന് സീതയെ പേടിപ്പിച്ച് ഇണക്കി കീഴടക്കാൻ ചെയ്യുന്ന പൊല്ലാപ്പുകളെല്ലാം കണ്ടു. എന്നാൽ സീത ആ രാക്ഷസാധമന്റെ പേരുപോലും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഹനുമാൻ മെല്ലെ സീതയുടെ സമീപമെത്തി താൻ രാമദൂതനായതും സീതയെ തേടിയതും മറ്റും എങ്ങനെയെന്നുള്ള കഥകൾ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു. സീതയ്ക്ക് ഹനുമാനിൽ വിശ്വാസം വരുവാനായി രാമൻ കൊടുത്തയച്ച മുദ്രാമോതിരം കാഴ്ചവെച്ചു. സീത എവിടെ വസിക്കുന്നു എന്ന വിവരം കിട്ടിയാലുടൻ രാമൻ വലിയൊരു സേനയുമായി വന്ന് രാവണനെ കൊന്ന് അവളെ വീണ്ടെടുക്കുമെന്നും അവൻ ധരിപ്പിച്ചു. സീതയ്ക്ക് സമ്മതമുള്ള പക്ഷം സീതയെ തോളിലേറ്റി ഒറ്റ കുതിക്ക് കടൽ കടന്ന് രാമന്റെ അടുത്തെത്തിക്കാൻ കഴിയുമെന്നും പറയുകയുണ്ടായി. സീതയ്ക്ക് ആ അഭിപ്രായം തീരെ സ്വീകാര്യമല്ലായിരുന്നു. കാരണം ചാരിത്രമൂർത്തിയായ ദേവിക്ക് സ്വഭർത്താവിന്റെ അല്ലാതെ അന്യപുരുഷന്റെ ശരീരസ്പർശം സഹ്യമായിരുന്നില്ല. അതുകൊണ്ട് സീത അവിടെ തന്നെ കഴിച്ചുകൂട്ടി. രാമന് നൽകുവാനായി സീത തന്റെ ചൂടാരത്തം ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. അതും കൊണ്ട് അയാൾ മറുകരയ്ക്ക് ചാടി. സീതാവൃത്താന്തമെല്ലാം ഹനുമാനിൽ നിന്നറിഞ്ഞ് രാമൻ വലിയൊരു സേനയും ശേഖരിച്ച് ഭാരതത്തിന്റെ തെക്കേ തലയ്ക്കലേക്ക് യാത്രയായി. അവിടെ രാമന്റെ വാനരസേന ഭാരതത്തെ ലങ്കയോട് ബന്ധിച്ചുകൊണ്ട് ഒരു ചിറ കെട്ടി. അതിന് സേതുബന്ധനമെന്ന് പറയുന്നു. നല്ല വേലിയിറക്കമുള്ള വേളകളിൽ ഇന്നും ആ മണൽത്തിട്ടുകളിൽ കൂടി ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് കടക്കാം. രാമൻ ഈശ്വര അവതാരമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഹിന്ദുക്കളുടെ വിശ്വാസമനുസരിച്ച് ശ്രീരാമൻ ഈശ്വരാവതാരമാണ്. വിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായാണ് രാമനെ ഭാരതീയർ കരുതി വരുന്നത്. കുരങ്ങന്മാർ കുന്നുകൾ അടിയോടെ പുഴക്കിയെടുത്തുകൊണ്ടുവന്ന് കടലിൽ പടുത്തു. അതിന് മുകൾ ഭാഗം പാറകളും മരങ്ങളും കൊണ്ട് നിറച്ചു. ഇങ്ങനെ വലിയൊരു ചിറ നിർമ്മിച്ചു. ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ കടലിൽ മുങ്ങി മണലിൽ ഉരുണ്ട് ചിറമേൽ വന്ന് ഉടൽ കുടയും. വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യും. അങ്ങനെ രാമസേതു ബന്ധിക്കുന്നതിൽ മണലിട്ട് അണ്ണാൻ കുഞ്ഞും തന്നാലായത് ചെയ്യുകയായിരുന്നു. കുരങ്ങന്മാർ ചിരിച്ചുപോയി. മൂടോടെ മാമലകളും വൻ കാടുകളും മാമരങ്ങളും മണൽക്കുന്നുകളും കൊണ്ടുവന്ന് കടൽ നികത്തിക്കൊണ്ടിരുന്ന മർക്കടന്മാർ പൂഴിയിൽ ഉരുണ്ടുവന്ന് മണൽ കുടഞ്ഞിരുന്ന പാവപ്പെട്ട അണ്ണാനെ കണ്ട് പരിഹസിച്ചു. രാമൻ ഇത് കണ്ട് കനിഞ്ഞരുളി, അണ്ണാൻകുഞ്ഞ് അനുഗ്രഹീതനാകട്ടെ. തന്നാലാവും പോലെ അവൻ കർത്തവ്യം നിർവഹിക്കുന്നു. ഇതിൽ നിങ്ങളിൽ വമ്പനൊപ്പം തന്നെ മുമ്പനാണ് ഇവൻ. ഭഗവാൻ തൃക്കൈകൊണ്ട് അണ്ണാറക്കണ്ണന്റെ പുറം തൊട്ട് തലോടി. രാമന്റെ തിരുവിരലടയാളം അണ്ണാന്റെ പുറത്ത് ഇന്നും ഉടനീളം തെളിഞ്ഞു കാണാം. സേതു പണി കഴിഞ്ഞു. രാമനും അനുജനും വാനരപ്പടയുമായി ലങ്കയിൽ കടന്നു. പിന്നെ അനേക മാസങ്ങൾ പെരിയ പോരും ചോരചിന്തലും നടന്നു. ഒടുവിൽ രാക്ഷസേശ്വരനായ രാവണൻ നിർജിതനായി, നിഹതനായി. രാവണ രാജധാനി, അവിടെ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളുമെല്ലാം പൊന്മയമാണ്, കീഴടക്കപ്പെട്ടു. ഭാരതത്തിലെ ഉൾപ്രദേശങ്ങളിൽ നാട്ടിൻ പുറത്ത് ഞാൻ ലങ്കയിൽ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാവപ്പെട്ട സാധുക്കൾ ചോദിക്കും, അവിടെയെല്ലാം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് അല്ലേ, നമ്മുടെ ഏട്ടിൽ കാണുന്നത് പോലെ. അങ്ങനെ ആ പൊൻപട്ടണങ്ങളെല്ലാം രാമൻ അധീനമായി. അദ്ദേഹം അവയെല്ലാം രാവണാനുജനായ വിഭീഷണന് സമ്മാനിച്ചു. യുദ്ധത്തിൽ വിഭീഷണൻ ചെയ്ത വിലയേറിയ സഹായത്തിന് പ്രതിഫലമായി അയാളെ രാക്ഷസരാജനായി അഭിഷേകം ചെയ്തു.
അനന്തരം രാമനും സീതയും അനുചരന്മാരും ലങ്ക വിട്ടു. അപ്പോൾ കൂടെയുള്ളവരുടെ ഇടയ്ക്ക് ഒരു പിറുപിറുക്കൽ. പരീക്ഷ, പരീക്ഷ, അവർ പറഞ്ഞു. രാവണഗൃഹത്തിൽ പാർത്ത രാമപത്നി സമ്പൂർണ്ണം പവിത്രയായിരുന്നു എന്നതിന് വേണ്ട പരീക്ഷ നടത്തിയിട്ടില്ല. പവിത്രയോ? പവിത്രതാ സ്വരൂപിണിയാണ് സീത. രാമൻ സാകൂതം പറഞ്ഞു. പോരാ, പരീക്ഷ കൂടിയേ കഴിയൂ. ആളുകൾക്ക് നിർബന്ധമായി. അതനുസരിച്ച് വലിയ ഒരു ആഴി കൂട്ടി. അതിൽ സീത ചാടണം. രാമൻ വ്യാകുലനായി. സീത വെന്തെരിഞ്ഞു പോയാലോ? ഒരു ഞൊടിയിടയിൽ അതാ പാവകദേവൻ തലയിലൊരു സിംഹാസനവും വഹിച്ച് അതിൽ സീതയെയും ഇരുത്തി മുമ്പിലെത്തുന്നു. സർവത്ര സന്തോഷമായി. ഏവർക്കും തൃപ്തിയായി. വനവാസത്തിന്റെ ആരംഭത്തിൽ അനുജൻ ഭരതൻ രാമനെ വന്നു കണ്ടു. വൃദ്ധനായ പിതാവ് സ്വർഗാരോഹണം ചെയ്ത വിവരം അറിയിച്ചിരുന്നു. രാമൻ തിരിച്ചു ചെന്ന് രാജ്യഭാരമേൽക്കാൻ ഭരതൻ വളരെയൊക്കെ നിർബന്ധിച്ചു നോക്കി. രാമൻ കാടുവാഴുന്ന കാലത്ത് ഭരതൻ ഒരു വിധത്തിലും സിംഹാസനാരോഹണത്തിന് കൂട്ടാക്കിയില്ല. ജ്യേഷ്ഠനോടുള്ള ഭക്തി നിമിത്തം അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി രാമപാദുകങ്ങൾ സിംഹാസനത്തിൽ അവരോധിച്ചു. രാമൻ രാജധാനിയിൽ മടങ്ങിയെത്തി. സർവരുടെയും സമ്മതപ്രകാരം അദ്ദേഹം അയോധ്യാധിപനായി. രാജ്യം വീണ്ടുകിട്ടിയ ശേഷം പ്രജാക്ഷേമത്തെ മുൻനിർത്തി പുരാതന കാലങ്ങളിൽ രാജാക്കന്മാർ ചെയ്യാറുള്ള ആ പ്രതിജ്ഞ രാമനും ചെയ്തു. രാജാവ് പ്രജകളുടെ സേവകനാണ്. അദ്ദേഹം പൊതുജന അഭിപ്രായത്തിന് മുമ്പിൽ തലകുനിക്കണം. സീതാസമേതനായി സസുഖം രാമൻ ഏതാനും വത്സരങ്ങൾ കഴിച്ചു. ആളുകൾ വീണ്ടും പെറുപിറുക്കാൻ തുടങ്ങി. രാമപത്നിയെ ഏതോ ഒരു രാക്ഷസൻ അപഹരിച്ച് കടലിനക്കരെ കൊണ്ടുപോയി പാർപ്പിക്കുകയുണ്ടായെന്ന്. ആദ്യം നടത്തിയ അഗ്നിപരീക്ഷ കൊണ്ടൊന്നും ആളുകൾക്ക് മതിയായില്ല. വീണ്ടും ഒരു പരീക്ഷ കൂടി കഴിക്കണമെന്ന് അവർ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. അല്ലാത്തപക്ഷം അവളെ നാട് കടത്തണമെന്നായി അവർ. ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ച് സീത നിർവാസിതയായി. ഋഷിയും കവിയുമായ വാൽമീകിയുടെ ഉടജത്തിന് സമീപമുള്ള കാട്ടിൽ രാമൻ സീതയെ കൊണ്ടുചെന്നു വിട്ടു. അശരണയായി അതികരുണം കരയുന്ന സീതയെ മാമുനി കണ്ടെത്തി. അദ്ദേഹം അവളുടെ ദുഃഖവാർത്ത കേട്ട് അഭയവും ആശ്വാസവും അരുളി ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. സീത പെറ്റ് 2 പൈതങ്ങൾ പിറന്നു. ആദികവി അവരാരെന്ന് അവരോട് പറഞ്ഞില്ല. അദ്ദേഹം അവരെ ബ്രഹ്മചാരികളായി വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം രാമായണ കാവ്യം രചിച്ചു. അത് താളമേളങ്ങൾക്കൊപ്പിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു. ഭാരതത്തിൽ നാടകം ഒരു പവിത്ര കലയാണ്. നാടകവും സംഗീതവും തന്നെ സ്വയം ബ്രഹ്മവിദ്യയാണ്. ഏത് ഗാനവും പ്രേമഗാനമോ മറ്റെന്തുമോ ആകട്ടെ, അതിൽ ആത്മാവ് നിശേഷം ലയിച്ചാലപിച്ചാൽ മുക്തി ലഭിക്കും. വേറൊരു സാധനയും വേണ്ട. ധ്യാനം കൊണ്ട് എത്തിച്ചേരുന്ന ലക്ഷ്യത്തിൽ തന്നെ ഈ വഴിക്കും ചെന്നു ചേരാമെന്ന് അവർ അവകാശപ്പെടുന്നു. വാൽമീകി രാമചരിതം നാടകമാക്കി അത് ചൊല്ലാനും പാടാനും രാമന്റെ 2 മക്കളെയും അഭ്യസിപ്പിച്ചു. പണ്ടത്തെ രാജാക്കന്മാർ നടത്താറുള്ള ഒരു വലിയ യജ്ഞം ചെയ്യാൻ രാമൻ ഒരുമ്പെട്ടു. ഭാരതത്തിൽ ഒരു ഗൃഹസ്ഥന് പത്നിയെ കൂടാതെ ഒരു ധർമ്മകർമ്മവും ചെയ്യാൻ അധികാരമില്ല. പത്നി അയാളുടെ സമീപമുണ്ടായിരിക്കണം. സഹധർമ്മിണി, ധർമ്മകാര്യത്തിൽ ഭാഗഭാഗിനി എന്നാണ് പത്നിക്കുള്ള പര്യായം. ഒരു ഹിന്ദു ഗൃഹസ്ഥന് അനേകം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അവയിൽ സഹായിക്കാനും സഹകരിക്കാനും ധർമ്മപത്നി സമീപത്തില്ലെങ്കിൽ അതിലൊന്നുപോലും ശാസ്ത്രവിധി അനുസരിച്ച് ശരിയായി നിർവഹിക്കാൻ നിവൃത്തിയില്ല. സീതയെ കാട്ടിൽ കളഞ്ഞതുകൊണ്ട് രാമന് അപ്പോൾ ഭാര്യ അടുത്തില്ലല്ലോ. വീണ്ടും വിവാഹം ചെയ്യാൻ ജനങ്ങൾ രാമനോട് ആവശ്യപ്പെട്ടു. ജീവിതത്തിൽ അന്ന് ആദ്യമായി രാമൻ ഈ അപേക്ഷ കേട്ടപ്പോൾ ജനാഭിപ്രായത്തെ എതിർത്തു നിന്നു. അദ്ദേഹം പറഞ്ഞു, അത് സാധ്യമല്ല. എന്റെ പ്രാണനാണ് സീത. അതുകൊണ്ട് യാഗം യഥാവിധി നടത്തുവാൻ പകരമായി സീതയുടെ ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി. ഈ വലിയ ഉത്സവത്തോടനുബന്ധിച്ച് അതിന്റെ ആധ്യാത്മിക ഭാവം വളർത്തുന്നതിന് ഒരു നാടകം അഭിനയിക്കുവാനും ഏർപ്പാടുണ്ടായിരുന്നു. ആദികവി വാൽമീകി മാമുനി തന്റെ ശിഷ്യന്മാരും രാമന്റെ അജ്ഞാതപുത്രന്മാരുമായ കുശലവന്മാരോടൊപ്പം വന്നു ചേർന്ന് ഒരു വേദി നിർമ്മിച്ചു. അഭിനയത്തിനു വേണ്ട ഏർപ്പാടുകളെല്ലാം ഒരുക്കി. രാമനും സോദരന്മാരും സാമന്തന്മാരും സ്വന്തക്കാരും ബന്ധുജനങ്ങളും പ്രജാമുഖ്യന്മാരുമായി വലിയ ഒരു സദസ്സ് ഹാജരുണ്ട്. വാൽമീകിയുടെ നിർദ്ദേശാനുസരണം
കുശലവന്മാർ രാമചരിതം ഗാനം ചെയ്തു. അവരുടെ മോഹനരൂപവും മധുരസ്വരവും സദസ്യരെ ആകെ ആകർഷിച്ചു. പാവപ്പെട്ട രാമന് ഭ്രാന്ത് പിടിച്ചതുപോലായി. സീതാപരിത്യാഗ രംഗമായി. എന്ത് ചെയ്യേണ്ടുവെന്നറിയാതെ രാമൻ വിഷമിച്ചു. അപ്പോൾ മഹർഷി അരുളി ചെയ്തു, വ്യസനിക്കണ്ട, സീതയെ ഞാൻ കാണിച്ചു തരാം. സീതയെ രംഗപ്രവേശം ചെയ്യിച്ചു. രാമൻ പ്രിയയെ കണ്ട് സന്തുഷ്ടനായി. പെട്ടെന്ന് വീണ്ടും പഴയ കുശുകുശുക്കൽ. പരീക്ഷ, പരീക്ഷ. തന്റെ പവിത്ര ചാരിത്രത്തിന്റെ മേൽ തുടരെ തുടരെയുള്ള ഈ നിർദ്ദയമായ അപവാദാരോപം നിസ്സഹായയായ സീതയെ അത്യന്തം വിവശയാക്കി. ദേവിയുടെ സഹന സീമയെ അത് അതിലംഘിച്ചു. തന്റെ പതിദേവതാത്വത്തിന് സാക്ഷ്യമരുളാൻ സീത ദേവന്മാരോട് പ്രാർത്ഥിച്ചു. ഭൂമി മാതാവ് മാറു തുറന്നു. ഇതാ പരീക്ഷയെന്ന് ഭാവരഹിതയായി പറഞ്ഞ് ഭൂപുത്രി മാതാവിന്റെ മാറിനുള്ളിൽ മറഞ്ഞു. ഈ ദുരന്തത്തിൽ ജനങ്ങൾ നടുങ്ങി. രാമൻ അഴലിലാണ്ടു. സീതയുടെ തിരോധാനം കഴിഞ്ഞ് കുറച്ചു നാളായപ്പോൾ ഒരു ദേവദൂതൻ വന്ന് രാമനോട് അവതാര കാര്യങ്ങളെല്ലാം സാധ്യതമായെന്നും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെഴുന്നള്ളാൻ കാലമായെന്നും ഉണർത്തിച്ചു. ഈ വാർത്ത രാമനിൽ സ്വസ്വരൂപബോധമുളവാക്കി. അയോധ്യയെ തഴുകി തഴുകിയിരുന്ന സരയൂ നദിയിൽ മുഴുകി രാമൻ ദേഹത്യാഗം ചെയ്തു. പരലോകത്തിലെത്തി സീതയോടൊന്നിച്ചു. ഇതാണ് ഭാരതത്തിലെ പുരാതനവും മഹനീയവുമായ ഇതിഹാസം. സീതാരാമന്മാരാണ് ഭാരതത്തിന്റെ ആദർശം. എല്ലാ കുട്ടികളും, വിശേഷിച്ച് പെൺകിടാങ്ങൾ, സീതയെ ആരാധിക്കുന്നു. ശുദ്ധയും ഭക്തയും സർവം സഹയുമായ സീതയെപ്പോലെ ആകുന്നതാണ് ഒരു സ്ത്രീയുടെ ജന്മസാഫല്യം. പാശ്ചാത്യ ആദർശങ്ങളിൽ നിന്ന് എത്രയോ ഭിന്നമാണ് പൗരസ്ത്യ ലക്ഷ്യമെന്ന് ഈ കഥാപാത്രങ്ങളുമായി പരിചയപ്പെടുന്ന ഉടൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഭാരത ജനതയുടെ കണ്ണിൽ തിദിക്ഷാമൂർത്തിയാണ് സീതാദേവി. പാശ്ചാത്യർ പറയുന്നു, കർമ്മം ചെയ്യുക, പ്രവൃത്തിയിൽ കൂടി നിങ്ങളുടെ പ്രാബല്യം പ്രദർശിപ്പിക്കുക. ആദ്യ ഭാരതം അരുളുന്നു, സഹനത്തിൽ കൂടി തപസ്സിൽ കൂടി നിങ്ങളുടെ ധീരത പ്രകാശിപ്പിക്കുക. ഒരുവന് എത്രയേറെ ആവാമെന്ന ചോദ്യത്തിന് പടിഞ്ഞാറുകാർ ഉത്തരം തേടിപ്പിടിച്ചു. എത്ര കുറച്ചാവാം എന്ന പ്രശ്നത്തിന് പരിഹാരം ഭാരതവും കണ്ടെത്തി. രണ്ടും രണ്ട് ധ്രുവങ്ങൾ. സീത ഭാരതത്തിന്റെ മാതൃകയാണ്, ഭാരതാദർശത്തിന്റെ മൂർത്തിമത് ഭാവം. സീത വാസ്തവത്തിൽ ജീവിച്ചിരുന്നുവോ? ഇത് കഥയോ വസ്തുകഥനമോ എന്നതല്ല ഇവിടെ ചിന്ത്യം. ആ ആദർശം, ഭാവന, അതിവിടെ കാണാനുണ്ട്. സീതയുടെ ഈ സത്കഥ പോലെ ജനതയിലെങ്ങും ഇത്രമാത്രം വ്യാപിച്ച് നിത്യജീവിതവുമായി ഇത്രമാത്രം അലിഞ്ഞു ചേർന്ന് ജനങ്ങളുടെ ഓരോ രക്തബിന്ദുവിലും ഇത്രമാത്രം തുടിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പുരാണ കഥയുമില്ല. ഭാരതത്തിൽ നന്മയുടെയും വിശുദ്ധിയുടെയും പവിത്രതയുടെയും പര്യായമാണ് സീത. സ്ത്രീയുടെ സർവ്വ സദ്ഗുണങ്ങളുടെയും പ്രതിനിധിയാണ്. ഒരു ബ്രാഹ്മണൻ ഒരു സ്ത്രീയെ ആശീർവദിക്കുമ്പോൾ സീതയായി ഭവിക്കട്ടെ, ഒരു കുട്ടിയെ അനുഗ്രഹിക്കുമ്പോൾ സീതയായി ഭവിക്കട്ടെ എന്നാണ് അരുളുക. അവരെല്ലാം സീതയുടെ സന്താനങ്ങളാണ്. ക്ഷമാമൂർത്തിയും സർവം സഹയും നിത്യഭക്തയും നിത്യശുദ്ധയുമായ ഈ ധർമ്മപത്നിയെപ്പോലെ ജീവിക്കുവാനാണ് അവരുടെ എല്ലാം പരിശ്രമവും. തനിക്ക് വന്നു ചേർന്ന ഈ നിരവധി യാതനകൾക്കിടയിൽ ഒരിക്കലെങ്കിലും സീതയുടെ മുഖത്തുനിന്ന് തന്റെ പ്രാണനാഥനെതിരെ ഒരു പരുപരുത്ത വാക്ക് ഉയരുന്നില്ല. അതെല്ലാം ദേവി തന്റെ കർത്തവ്യമായി കൈക്കൊള്ളുന്നു. തന്റെ കടമ മുറയ്ക്ക് നിറവേറ്റുകയും ചെയ്യുന്നു. കാട്ടിൽ കൊണ്ട് കളഞ്ഞതിലുള്ള അക്ഷന്തവ്യമായ അനീതി ആലോചിച്ചു നോക്കുക. പക്ഷേ സീതയ്ക്ക് കൈക്കുന്നില്ല. അതാണ് ആര്യജനതയുടെ ആദർശം. ആ പഴയ തഥാഗതൻ പാടി, വൈരം കൊണ്ട് വൈരം ശമിക്കുകയില്ല, വൈരം വളരുകയേയുള്ളൂ. സീത ഒരു ഉത്തമ ഭാരത സന്താനം. ഒരിക്കലും പ്രതികാരം ചെയ്തില്ല. പാശ്ചാത്യർ പുകഴ്ത്തുന്ന പ്രകടമായ പ്രാബല്യവും അധികാരവും, പൗരസ്ത്യർ വാഴ്ത്തുന്ന തിദിക്ഷയും സഹിഷ്ണുതയും, ഇതിലേതാണ് കൂടുതൽ ശ്രേയസ്കരമായ ആദർശമെന്ന് ആരറിഞ്ഞു? പടിഞ്ഞാറുകാർ പറയുന്നു, ഞങ്ങൾ തിന്മയെ ആക്രമിച്ചടക്കുന്നു. ഭാരതം പറയുന്നു, ഞങ്ങൾ തിന്മയും യാതനയും തിന്നു തീർക്കുന്നു. അതൊരു ക്ലേശമല്ലാതായിത്തീരുന്നു. ദുഃഖം സുഖമായി മാറുന്നു. ശരി, രണ്ടും ഉച്ചമായ ആദർശങ്ങളാണ്. ഒടുവിൽ ഉയർന്നു പുലരുന്നത് ഏതാണെന്ന് ആര് കണ്ടു? ഏതു മനോഭാവമാണ് മാനവ സമുദായത്തിന് കൂടുതൽ
ശ്രേയസ്കരമെന്ന് ആർക്കറിയാം? മൃഗീയതയെ കീഴടക്കി വിജയിക്കാൻ ഏതാണ് ഉതകുക എന്ന് ആർക്കു പറയാം? കർമ്മമോ സഹനമോ ഏതായിരിക്കും? അതിനിടയിൽ ഇരുവരുടെയും ആദർശങ്ങളെ പരസ്പരം തകർക്കാൻ ശ്രമിക്കാതിരിക്കാം. നമ്മൾ രണ്ടു കൂട്ടരും ഒരേ കൃത്യത്തിലാണ് വ്യാപൃതരായിരിക്കുന്നത്, തിന്മയെ തീരെ നശിപ്പിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ മാർഗമനുസരിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോകട്ടെ. നമുക്ക് ആദർശത്തെ നശിപ്പിക്കാതെ നോക്കാം. ഞങ്ങളുടെ രീതി സ്വീകരിക്കുക എന്ന് ഞാൻ പാശ്ചാത്യരോട് ആവശ്യപ്പെടുന്നില്ല, തീർച്ചയായുമില്ല. ലക്ഷ്യമൊന്ന്, മാർഗം ഒരിക്കലും ഒന്നു തന്നെ ആകാൻ വയ്യ. അതുകൊണ്ട് ഭാരതീയ ആദർശം കേട്ടതിന് ശേഷം അതേ ശ്വാസത്തിൽ അതേമാതിരി നിങ്ങൾ ഇതിൻവിധം ഭാരതത്തോടും പറയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്കിരുവർക്കും ലക്ഷ്യം, ആദർശം ശരിയാണ്, സത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ആദർശത്തെ അനുസരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉപായം, നിങ്ങളുടെ രീതിക്ക് അനുസരിക്കുക. നിങ്ങൾക്ക് സ്വസ്തി. ഇതാണ് എന്റെ ജീവിത സന്ദേശം. ആദർശഭേദത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കാതിരിക്കണം. അതിനു പകരം പ്രഥമ ദർശനത്തിൽ എത്രയും വിരുദ്ധങ്ങളെന്ന് തോന്നിയാലും ലക്ഷ്യം ഉഭയപക്ഷത്തിലും ഒന്നു തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കുക. ജീവിതത്തിലെ കുരുക്ക് താഴ്വരകളിൽ കൂടി ഓരോ അടി നാം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പരസ്പരം ആശംസിക്കാം. സ്വസ്ത്യസ്തു.